ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ വന്നാൽ നമ്മൾ സാധാരണ ആദ്യം ECG എടുക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആൻജിയോഗ്രാഫി ഒക്കെ എടുക്കാൻ പോകും. പിന്നെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എല്ലാം കൂടി ഒരു 1-2 ദിവസം ആവുന്നത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ കാലം മാറാൻ പോവാ. ഇനി ECG അല്ല ഉണ്ടാവുക, പുതിയ ടെക്നോളജിയാണ്. MCG ആണ് വരിക, അതായത് മാഗ്നറ്റോ കാർഡിയോഗ്രാഫ്. അതായത് ഏകദേശം ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അത് ഡിറ്റക്ട് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് അയാളുടെ ഹാർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടോ, ബ്ലഡ് ഫ്ലോ കുറവുണ്ടോ, എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ സ്കാനിങ് സിസ്റ്റമാണ് മാഗ്നറ്റോ കാർഡിയോഗ്രാഫ്, MCG എന്ന് പറയുന്നത്. അതിന്റെ പെക്യുലാരിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. ഇത് സിംപ്ലി നമ്മൾ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നു, നമ്മളെ CT സ്കാനൊക്കെ ചെയ്യുന്ന പോലെ ഈ ചേംബറിലേക്ക് കയറുന്നു, മാഗ്നറ്റിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്. അതായത് ECG-യേക്കാൾ വളരെ അക്യുറേറ്റ് ആയിട്ട് പിന്നെ ബ്ലഡ് വെസൽസിന് ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബ്ലോക്കേജ് അല്ലെങ്കിൽ സ്റ്റെനോസിസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ടെക്നോളജിയാണ് മാഗ്നറ്റോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഒരു പക്ഷേ ഭാവിയിൽ നമ്മൾ ECG ആയിരിക്കില്ല കാണുക, കാരണം ഇതിന് വേറെ ഡൈ വേണ്ട, അതല്ലെങ്കിൽ വേറെ ഇൻവാഷൻ വേണ്ട, അങ്ങനെയുള്ള ടൈം ടേക്കിംഗ് അല്ല, വെറും 2-3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു പ്രോസസ്സാണ്. അതിന്റെ പെക്യുലാരിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ECG എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഫാൾസ് നെഗറ്റീവ് ഒക്കെ വരാറുണ്ട്. ECG എന്തെങ്കിലും പറയുക റിപ്പോർട്ട് എപ്പോഴും അക്യുറേറ്റ് ആയിക്കോളുന്നില്ല. അതാണ് നമ്മൾ പിന്നീടും ഫർദർ ഇൻവെസ്റ്റിഗേഷനും ആൻജിയോഗ്രാഫിയും ബാക്കിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. ഇത് ഈ മാഗ്നറ്റിക് ക്വാണ്ടം ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ അക്യുറസി ലെവൽ ഓൾമോസ്റ്റ് 97% ആണ്. 97%. റേഡിയേഷൻ ഇല്ല, ഡ്രഗ് ഇല്ല, വേറെ ഇൻവാസീവ് സർജറി ഒന്നും വേണ്ട, നോൺ കോണ്ടാക്ട് ആണ്. സിംപ്ലി നമ്മൾ CT സ്കാൻ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ MRI എടുക്കുന്ന പോലെയുള്ള പ്രോസസ്സാണ്. പക്ഷെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇതിന്റെ റിപ്പോർട്ട് കിട്ടുകയും ചെയ്യും. സാധാരണ ഒരു നോർമൽ ഇപ്പോഴത്തെ ഒരു ചെസ്റ്റ് പെയിൻ ട്രീറ്റ്മെന്റ് തെറാപ്പി സാധാരണ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് 1 ദിവസം 2 ദിവസം എടുക്കും. പക്ഷേ നമ്മൾ MCG ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 4 to 5 hours കൊണ്ട് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് പാത്തോളജി അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് പാത്വേ തീർക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു കൺസെപ്റ്റിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാൻഡൻ ഫെയറിന്റെ ഇന്റലിജന്റ് ഹെൽത്ത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ഓറിയന്റഡ് ഹെൽത്ത് സെഗ്മെന്റിലാണ്. അതിലുള്ള വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻ ആണ് MCG. ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചു പോകുന്ന ECG-യെ റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ആഡ് ഓൺ ചെയ്യുന്ന, എൻഹാൻസ് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് കാണാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് ECG. ഒരു പക്ഷേ ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ECG-യേക്കാൾ ഒരുപാട് ഇരട്ടി അക്യുറസി ഉള്ള ഒരു ടെക്നോളജി ആയിരിക്കും. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നമ്മളെ കൊറോണറി ആർട്ടറിയിലുള്ള ബ്ലോക്കേജ് കണ്ടുപിടിക്കാനുള്ള, ചെസ്റ്റ് പെയിനിന്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഡിവൈസ്. സോ ദ ഫ്യൂച്ചർ ഈസ് MCG.